സംസ്ഥാനത്ത് കനത്ത മഴയിൽ പലയിടത്തും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന കാലാവസ്ഥാ മുന്നറിയിപ്പ് ഒരിക്കൽ കൂടി പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് പെടുത്താം. അത് 14 ജില്ലകളിലും ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നുള്ളതാണ് മുന്നറിയിപ്പ്. 5:45 പുറത്തുവന്ന മുന്നറിയിപ്പാണിത്. തെക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ജനങ്ങൾ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എസ് ശ്രീകാന്ത് കൂടി വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ശ്രീകാന്ത് കളമശ്ശേരിയിലാണുള്ളത്. ശ്രീകാന്ത്, കളമശ്ശേരിയിൽ ഒരു മണിക്കൂറോളം പെയ്ത മഴയിൽ തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെടുന്നത്, വീടുകളിലേക്ക് വെള്ളം കയറുന്നതൊക്കെ നമ്മൾ കണ്ടു. ഇന്നലെ അപകടമുണ്ടായ കൈപ്പടമുകളിൽ സമാനമായ രീതിയിലുള്ള ഒരു അപകടം, കാർ തോട്ടിലേക്ക് മറിഞ്ഞ് അപകടമുണ്ടായത് നമ്മൾ കണ്ടു. നിരവധി പേരെ വലിയ രീതിയിൽ ബാധിച്ചിട്ടുണ്ട് വെള്ളക്കെട്ട്. എന്താണ് കളമശ്ശേരിയിലെ പൊതുവായുള്ള സാഹചര്യം, ശ്രീകാന്ത്? കളമശ്ശേരി മൂലേപ്പാടത്ത് വീടുകളിൽ വെള്ളം കയറി എന്നുള്ള വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഫയർഫോഴ്സ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആളുകളെ വീടുകളിൽ നിന്ന് മാറ്റാനുള്ള നടപടികൾ അവിടെ പുരോഗമിക്കുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. മുട്ടറ്റം വെള്ളത്തിലാണ് പലയിടങ്ങളും ഉള്ളത്. കൊച്ചി നഗരത്തിൻ്റെ പല മേഖലകളും ഉള്ളത്. ഇന്നലത്തേതിന് സമാനമായ രീതിയിൽ തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമായതോടുകൂടി കളമശ്ശേരി മേഖലയിലൊക്കെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട്, വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം, അവിടെ ആളുകളെ സുരക്ഷിതമായ സ്ഥാനത്തേക്ക് മാറ്റേണ്ട സാഹചര്യമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആളുകളെ സുരക്ഷിതമായി മാറ്റാനുള്ള ശ്രമങ്ങൾ പലയിടത്തും ഉണ്ടാകുന്നു. തൃശ്ശൂരിൽ നിന്നാണെങ്കിൽ മൂളംകുട്ടം ഭാഗത്ത് മരം കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെട്ടു എന്നുള്ള വിവരമൊക്കെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശ്രീകാന്ത്, കളമശ്ശേരിയിലെ സാഹചര്യം എന്താണ്? ശ്രീകാന്ത്, ഈജിപ്ത് കളമശ്ശേരി HMD ഭാഗത്താണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ HMD മേഖലയിൽ മൂലേപ്പാടം എന്ന പ്രദേശത്ത് നിലവിൽ ഇന്നലെ തന്നെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടതാണ്. ഇന്നും അവിടെ വലിയ ഈ 1.5 മണിക്കൂർ നീണ്ട മഴയിൽ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ടു. പല വീടുകളിലേക്കും വെള്ളം കയറിയിരിക്കുന്നു. ചില വീടുകളിൽ അതിന്റെ ആദ്യത്തെ നിലയിൽ അവരുടെ വീടുകൾക്കുള്ളിലേക്ക് വെള്ളം കയറിയെത്തി. പല വീടുകളിൽ നിന്നും ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണുള്ളത്. നിലവിൽ ഏലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. ബോട്ട് ഇറക്കിയിട്ടുണ്ട്. ഇവിടെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇവിടെ ബോട്ട് ഇറക്കി ആളുകളെ വീടുകളിൽ നിന്നും ബോട്ടിൽ കയറ്റി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. വീടുകളിൽ നിന്നും ഇനി ഇവരെ നേരെ ദുരിതാശ്വാസ ക്യാമ്പിലേക്കോ അവരുടെ ബന്ധു വീടുകളിലേക്കോ ഒക്കെ മാറ്റാനാണ് ശ്രമം നടക്കുന്നത്. ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിന് യാതൊരുവിധ സ്ഥലവും ഇല്ല എന്നുള്ളതാണ് ഈ മേഖലയിലെ ഏറ്റവും വലിയ പ്രശ്നം. 2 സൈഡിലായി കുന്നുപോലെ കിടക്കുന്ന സ്ഥലത്ത് ഒത്ത നടുവിലായി ആണ് ഈ മൂലേപ്പാടം എന്ന് പറയുന്ന മേഖലയുള്ളത്. ഇവിടെ ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും വെള്ളം താഴ്ന്ന പ്രദേശങ്ങളിലെ ഒട്ടുമിക്ക വീടുകൾക്കുള്ളിലേക്ക് വരെ വെള്ളം കയറിയിട്ടുണ്ട്. പലരും ഇന്നലെ തന്നെ വീടുപേക്ഷിച്ച് ഇന്ന് രാവിലെ വന്ന് വൃത്തിയാക്കിയിരുന്നു. പക്ഷെ വീണ്ടും ഇപ്പോൾ വൈകുന്നേരത്തോടുകൂടി വെള്ളം കയറി വീട്ടിൽ നിന്നും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. തുടർന്നാണ് ഏലൂരിൽ നിന്നും ഫയർഫോഴ്സ് യൂണിറ്റ് എത്തിയിട്ടുള്ളത്. ഇപ്പോൾ ബോട്ടിൽ കയറ്റി, ഫയർഫോഴ്സിന്റെ ബോട്ടിൽ കയറ്റി പുറത്തെത്തിച്ച്, വീടുകളിൽ നിന്നും പുറത്തെത്തിച്ച് അവിടെ നിന്നും ബന്ധുവീടുകളിലേക്കോ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കോ ആളുകളെ മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കൊച്ചിയിൽ നഗരത്തിൽ പല മേഖലയിലും ഇത് തന്നെയാണ് സമാനമായ അവസ്ഥ. ഒഴുകിപ്പോകാൻ, വെള്ളം ഒഴുകാനുള്ള സ്ഥലമില്ലായ്മ വലിയ പ്രശ്നമാണ്. പല കാനകളും അടഞ്ഞു തന്നെ കിടക്കുകയാണ്. അത് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ മൂലേപ്പാടത്ത് നിന്നാണ്. വീടുകളിൽ നിന്നും ആളുകളെ ഒഴിപ്പിക്കുകയാണ്. ശരി, കളമശ്ശേരി മൂലേപ്പാടത്ത് നിന്നുള്ള ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ വീടുകളിലേക്ക് വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ, വീടിനകത്തേക്കൊക്കെ വെള്ളം കയറിയിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ ആളുകളെ സുരക്ഷിതമായി മാറ്റുകയാണ്. ഫയർഫോഴ്സ് സ്ഥലത്തെത്തി അവരുടെ ബോട്ടിൽ ആളുകളെ മാറ്റുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക്, അതുപോലെ ബന്ധുക്കളുടെ വീടുകളിലേക്കൊക്കെ മാറ്റാനുള്ള നീക്കമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.